ഈ ഇന്റർലോക്ക് പോലും ചെയ്യാത്ത വീട്ടിൽ നിന്നാണ് ഈ ചെക്കനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോണത്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്റർലോക്കുമില്ലല്ലോ കയറി കിടക്കാൻ പോണത്. ഒന്ന് വരുമോ? ആരും കാണില്ല. പിടിച്ചൂടെ നെറ്റ് പിടിച്ചത് കത്തൂലേ? മൊത്തത്തില് കത്തടറി. ഒരു വണ്ണാവോ എല്ലാടെയും ഒരു സൗണ്ടും കേട്ടു. ആണോ അത്? ഒരു വന്ന് ഒരു വന്ന് ഒരു വന്ന് ഒരു വന്നാ നിങ്ങള് വന്നാ വരി 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 മാറി മാറി കാണും. ഇരിക്കട്ടാ ഇരിക്കട്ടാ, ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടാ. ഈ കയറി വരുന്നോട് തന്നെയാണ് ഈ ടി വി. ആ ടി വി ഒക്കെ ആ പഴയ മോഡൽ 32 ഇഞ്ചിന്റെ ടി വി. അത് നോക്കാം, താഴെ ആ ടി വിക്ക് സ്റ്റാൻഡ് ഇല്ല. ആ വയറ് എന്ത് പതുക്കെ പറയുന്ന പറയണേ. അവിടെ ആ വയറ് നോക്ക്, കെട്ടിപ്പടഞ്ഞ് ഈ തെക്ക് പടിഞ്ഞാറുള്ള ഒരു സോഫി. എന്ത് മിണ്ടാതിരിക്കുന്ന പറഞ്ഞേ, എന്ത് മിണ്ടാതിരിക്കുന്നേ. എവിടെ ഇല്ലാത്തൊരു ഓൺ കാണല്, അതിന്റെ ഒരു ഉറക്കമത്ത പെണ്ണും. അവര് വന്ന് ബിരിയാണി ഒക്കെ ഉണ്ടോ? അവർക്ക് ബിരിയാണി ഒക്കെ ഉണ്ട് അല്ലേ? അത് ഓർക്കല്ല ബിരിയാണി, അത് എന്റെ വീട്ടുകാർക്കാണ്. ഓർക്ക് വെള്ളം മാത്രം മതി. അതെന്ത് പരിപാടിയാണ്? അതൊക്കെ മതി. അതിന്റെ ഒരു പെണ്ണ് കൊണ്ടേ എടുത്താ പ്ലേറ്റ് അവിടെ ഉണ്ടാവോ, എടുത്തൂട്. ഈ പെണ്ണിനെ കാത്തു നിന്ന് ചെക്കന്റെ മുടി പോയി, എന്നിട്ട് ഇവനൊരു ബുദ്ധി പോയിക്കോ. ഞാൻ കൊണ്ട് കൊടുക്കണോ? ഞാൻ കൊടുക്കും, പോയി കൊടുക്ക്. എവിടെ നിന്ന് കിട്ടിയതാണ് ഈ പൊട്ടനെ? ഈ ആനക്ക് വേണ്ടിട്ടാണ് ഈ പോത്ത് കാത്തിരുന്നത്. കഷ്ടം. ഞാൻ പോരട്ടെ, കുടിക്കട്ടാ. പച്ച വെള്ളമാണ് ഈ കൊടുന്ന് നിൽക്കുന്നത്. ഇവർക്ക് ഈ ചായയും ബിസ്ക്കറ്റും ഒന്നും ഇല്ല ഇവിടെ. ഈ സ്പൂണ് കൊടുന്ന വെറുതെ ആയില്ലേ? ഇവിടൊക്കെ നിങ്ങൾ എല്ലായിടത്തും ചായയും ബിസ്ക്കറ്റും ആവൂലല്ലോ. ഈ ചായയില് ബിസ്ക്കറ്റ് വീണ് കഴിഞ്ഞെടുക്കാൻ എന്തൊരു ശബ്ദം കേട്ടല്ലോ. അത് പുറത്തുനിന്നാ ശബ്ദം, പുറത്തുനിന്നാണ്. വെള്ളം തന്നില്ലെന്ന് വിചാരിക്കരുതിട്ടാ, ഞങ്ങള് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം തന്നെ. ആ അതെ, ഞങ്ങളും വീട്ടില് വിരുന്നേരൊക്കെ വന്നാൽ ഞങ്ങളും പച്ചവെള്ളം തന്നെ കൊടുക്കുക. പച്ചവെള്ളമാണല്ലോ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബേക്കറിയും ഈ ചായയൊക്കെ ഹെൽത്തിന് ഭയങ്കര ഇതാണല്ലോ. ആ ശരി, ഞങ്ങള് പറഞ്ഞത്. മോനെ എന്താണ് നിക്കണം, ഇങ്ങോട്ട് വന്നിരിക്ക്. വാ. നമ്മളായിട്ട് ആ ഒരു ചടങ്ങ് നീ മുടക്കണ്ടല്ലോ. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചോളി. ഞാൻ പോട്ടെ. പൊക്കോ. കുട്ടി ഇത്രയും വലിയ മകന്റെ അമ്മയാണെന്ന് കണ്ടാ തോന്നുന്നു കേട്ടോ. എനിക്ക് ഈ വീടും പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടിയാണ് ഇതൊക്കെ ചൂസ് ചെയ്ത് ഇന്റീരിയലൊക്കെ. അതൊക്കെ ഒന്നുമില്ലല്ലോ. കുട്ടിയുടെ വിരലിലുള്ളത് ഡയമണ്ടാ. ഏയ് അങ്ങനെ തോന്നിയോ? നോക്കട്ടെ. നമുക്ക് ആ കടയിൽ നിന്ന് എടുക്കാല്ലേ ഡ്രസ്? അടുത്ത ഡ്രസ് നല്ല രസം ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ എന്താ ഉണ്ടായേ?